ഞാൻ നിന്റെ അച്ഛനാണ്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. എന്റെ ഇഷ്ടത്തിനോട് ചേർന്നതായിരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ? ഇല്ല, സിന്ധുവിനെ അല്ലാതെ ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. നടക്കും. ആരുടെ അനുവാദവും അനുഗ്രഹവും എനിക്ക് ആവശ്യമില്ല. ആരെതിർത്താലും അവളുടെ കഴുത്ത് ഞാൻ താലി കെട്ടും. ആ കൈ ഞാൻ വെട്ടിക്കളയും. ഇതാ ചുണി ഉണ്ടെങ്കിൽ വെട്ടു. വെട്ടാൻ നിന്നെ ഞാൻ... നിർത്തൂ. നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ ഈ പോര് തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നശിച്ചു. സ്നേഹവും ബന്ധങ്ങളും എല്ലാം തകർന്നു. ഒരു പെണ്ണിന് വേണ്ടി ഒഴുക്കാൻ പോകുന്ന അച്ഛന്റെയും മോന്റെയും ചോരയുടെ ഉപ്പ് നോക്കാൻ ഞാനുണ്ടായിരിക്കില്ല. ഞാൻ പോകുന്നു. നിൽക്കൂ. ഇതെ, എന്റെ മകനൊരു മൃഗമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തെ എതിർക്കുന്നത്. ഇനി ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. ബാബു സ്നേഹിക്കുന്ന പെൺകുട്ടി അവന്റെ സഹോദരിയാണ്. അതെ, ലക്ഷ്മിയുടെ വയറ്റിൽ പിറന്ന് അവളുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ആ പെൺകുട്ടി ഇവന്റെ സഹോദരിയാണ്. അല്ല അല്ല, സിന്ധു അവന്റെ സഹോദരിയല്ല. നീ എന്തിനിവിടെ വന്നു? ആളിക്കത്തുന്ന തീ നോക്കി രസിക്കാൻ മനസ്സ് വന്നില്ല. അത് തള്ളിക്കിടത്തേണ്ടത് എന്റെയും കൂടി കടമയായിപ്പോയി. നിങ്ങൾ ആരാണ്? ഭാഗ്യഹീനയായ ഒരു ഭാര്യ. അല്ല, ഭാഗ്യം തേടിപ്പോയ ഒരു അഭിസാരിക. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഇങ്ങനെ നിൽക്കുന്നത് എന്റെ മകനാണ്. അമ്മ. അപ്പൊ സിന്ധു ഇവളുടെ മകൾ. ഈ വിവാഹം ഞാൻ എങ്ങനെ നടത്തണം? സഹോദരി, കാടാറ് മാസവും നാടാറ് മാസവുമായി 20 വർഷങ്ങൾ ഉദിച്ച പകലിനോടും അസ്തമിച്ച രാത്രിയോടും എന്റെ ദുഃഖത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, സിന്ധു എന്റെ മകളല്ല. അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ ഞാനും സിഖുകാരനുമായിട്ടുള്ള ബന്ധം. എന്റെ കാമുകനെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ച ആ മനുഷ്യൻ ആരാണെന്ന് അങ്ങേക്കറിയാമോ? ആരാണവൻ? പറയാം. കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത്. എന്റെ പിന്നാലെ നടന്ന് വീട് വരെ വന്നു. അടുത്ത ദിവസം അങ്ങയുടെ സഹോദരിയെ വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ ഹോട്ടലിലേക്ക് പോയി. ഉഷ എന്നെ അട്ടിപ്പുറത്താക്കി കതവടച്ചു. പെരാണ്ടയിൽ ഇറങ്ങി നടന്ന് ഞാൻ ആ മനുഷ്യന്റെ മുമ്പിലാണ് വന്ന് പെട്ടത്. പേടിക്കാതെ എന്റെ മുഖത്തേക്ക് നോക്ക്. അത് ലക്ഷ്മി, വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിവഴക്കിന്റെ പേരിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ പോയ നിന്റെ സഹോദരൻ. പോലീസിനെ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടി നടക്കുന്നത്. നിന്നെ മരുന്നുകടയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ വീട് വരെ ഞാൻ വന്നത്. ആട്ടെ, നിന്നെ ആരാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ചേട്ടൻ കൊന്ന ഗോപിയുടെ സഹോദരൻ. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ വാതിക്ക വെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ഫോട്ടോ കണ്ട് ഞാൻ നെട്ടിപ്പോയി. സ്വന്തം സഹോദരൻ മരിച്ച വിവരം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നെങ്കിലും മടങ്ങി വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. സത്യം തുറന്നു പറയാൻ എനിക്ക് കഴിയുമോ ചേട്ടാ? രാഷ്ട്രീയ വൈരാഗ്യം വരുത്തിവെച്ച വിനയാണ് ഇതൊക്കെ. ഏതായാലും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. ഞാൻ വന്ന് നിന്റെ ഭർത്താവിനൊന്ന് പരിചയപ്പെടുത്തി. എന്റെ ജീവിതം കൂടി തകർക്കണമെന്നാണോ ചേട്ടന്റെ ആഗ്രഹം? എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി. ഇന്ന് വരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒളിവിലിരുന്നുണ്ടെങ്കിലും നിന്നെ സഹായിക്കാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടാ, എത്ര വിലക്കേട്ടു. അന്നു മുതൽ ചേട്ടൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ചേട്ടന്റെ കടം വീട്ടി ഓണക്കോടി കൊടുത്തയച്ചു. പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയിലും പൊട്ടിത്തെറിയിലുമാണ് അവസാനിച്ചത്. സഹോദരി, ഈ ഒരു സത്യം ഭർത്താവിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ തകരുമായിരുന്നു. ഞാൻ എങ്ങനെ ആ സത്യം പറയും?
അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നത് എന്റെ ചേട്ടനാണെന്ന് അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? ശരിയാണ്. അപ്പോ സിന്ധു ആരാണ്? അങ്ങയുടെ സഹോദരിയുടെ മകൾ. പക്ഷേ അവളുടെ ഭർത്താവ് എല്ലാ ദുർമാർഗങ്ങളിലേക്കും വലിച്ചഴച്ചു. ആത്മഹത്യക്ക് തുണിഞ്ഞ ഗർഭിണിയായ ഉഷയെ ഞാനും എന്റെ ചേട്ടനും രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം പ്രഭു അവിടെയും എത്തി. ചേട്ടനുമായി ഏറ്റുമുട്ടി. ചേട്ടൻ അവനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയി. അങ്ങനെ അനാഥരായി തീർന്ന ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. പ്രസവത്തിന് സമയമായപ്പോ അയൽക്കാരുടെ സഹായത്തോടുകൂടെ ഉഷയെ ആസ്പത്രിയിലാക്കി. അവൾ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. പക്ഷേ ചേച്ചി, എന്റെ കുഞ്ഞിനെ ഞാൻ ചേച്ചി ഏൽപ്പിക്കുന്നു. ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നാട്ടിലെത്തി. ഉണ്ടായ സത്യങ്ങൾ അങ്ങയോട് തുറന്നു പറഞ്ഞ് മാപ്പിറക്കാൻ. പക്ഷേ അപ്പോഴാണ് ഗീതയെ വിവാഹം കഴിച്ച് അങ്ങ് സമാധാനമായി കഴിയുന്നു എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ മടങ്ങിപ്പോയി. സഹോദരി, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ നിങ്ങളുടെ മകനെ വളർത്തിയ വെറും ഒരു വളർത്തമ്മ മാത്രമാണ്. സത്യമാണോ? പറയൂ. അതെ ലക്ഷ്മി, നിന്നേക്കാൾ ദുഃഖപുത്രിയാണ് ഗീത. അമ്മേ, മോനെ, മോനെ, അമ്മേ, മോനെ. അമ്മേ. മോനെ ബാബു, നീ ഉടനെ പോയി നിന്റെ മുറപ്പെണ്ണ കൂട്ടിക്കൊണ്ടുവരണം. ശരി അച്ഛാ. ഇനി കല്യാണത്തിനുള്ള സമയം ഉടനെ നിശ്ചയിക്കണം. എന്ത് പറ്റി പാപ്പ? മോനെ ചെല്ലി സോമസാറിനോട് ചെന്ന് പറ, സിന്ധുവിനെ പ്രസാദും മോനും കൂടി പിടിച്ചിട്ടു എന്ന് പറ. പാപ്പയ്ക്ക് എന്ത് പറ്റിയെന്ന് പറ. ആ അമ്മമാര് ആ പെൺകൊച്ചിനെ പിടിച്ചുകൊണ്ടുവന്ന് കണ്ടപ്പോ നമ്മൾ തടഞ്ഞ് പ്രസാദ് പാപ്പനെ വെടിവെച്ചു പോലെ. പാപ്പ മോനെ, പാപ്പയുടെ ചോദിക്ക് ഞാൻ പകരം ചോദിക്കും. നീ സിന്ധുവിനെ അന്വേഷിച്ചു വന്നോ? അതെ. അപ്പോൾ ഷാനും പ്രസാദും കൂടി ബലാത്കാരായി പിടിച്ചുകൊണ്ട് അവരെ തടഞ്ഞ എന്റെ ബാപ്പയെ പ്രസാദ് വെടിവെച്ചു കൊന്നു. സലീം, ഒരു നിമിഷത്തിനുള്ളിൽ വിവാഹം നടത്തണം. ഇല്ല, ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ബലാത്കാരമായിട്ടാണോ വിവാഹം നടത്താൻ പോകുന്നത്? അതൊന്നും താൻ അറിയണ്ട. വേഗം കർമ്മം നടത്തും. ഇല്ലെങ്കിൽ താനായിരിക്കും ഇവിടെ ആദ്യം ചത്തു വീഴുന്നത്. ആരംഭിക്കണോ? നിങ്ങൾ രണ്ടുപേരും പോയി താഴെ നിൽക്കും. ആര് വന്നാലും ജീവനോട് ഇങ്ങോട്ട് വിടരുത്. ശുക്ലാംബരവനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവർണം ഛായേ സർവവിഘ്നോപശാന്തയെ ഏകദന്തം മഹാകായം.
ഗോവിന്ദം കേശവം രാമനാരായണം കൃഷ്ണനാമോദരം വാസുദേവം ഭജേ ഗഗനസദൃശ്യം ലേഖവർണ്ണം സുഭാംഗം ഒന്ന് പേര് ചൊല്ലി നൽകണോ? ഏത് കർമ്മമായാലും വിധിപ്രകാരം മന്ത്രം ചൊല്ലണ്ടേ? ഓ തന്റെ ഒടുക്കത്തൊരു മന്ത്രം. രാമനാരായണം കൃഷ്ണനാമോദരം വാസുദേവം പതി ശ്രീധരം മാധവം ഗോപിയാവല്ലഭം. പ്രസാദ്, നിങ്ങൾ ഇത്ര നികൃഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. ഈ പെൺകുട്ടി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ സഹോദരിയുടെ മകൾ. അഭിമാനമായിട്ട് ജീവിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവളെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇല്ല, ഞാനൊന്ന് നിശ്ചയിച്ചിട്ടാണ് വന്നത്. അത് നടത്താതെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോവില്ല. ജീവനെ കൊതിയുണ്ടെങ്കിൽ അവർ മടങ്ങിപ്പോരുത്. ഇത്
വാപ്പയെ കൊന്നു ദ്രോഹിയെ ഞാൻ കൊന്നു വാപ്പ. ഞാൻ പകരം വീട്ടി വാപ്പ. ഞാൻ പകരം വീട്ടി. അറസ്റ്റ്